പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് രമേശ് പിഷാരടിക്ക് വിജയിക്കാൻ കഴിയുന്നത്? അവിടെ CPM പൊതുസ്വതന്ത്രനെ നിർത്തിയപ്പോൾ, LDF പൊതുസ്വതന്ത്രനെ നിർത്തിയപ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തി. കാര്യം LDF വിജയിക്കുന്ന സ്ഥലമല്ലല്ലോ, അവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിർത്തി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തയായ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ അവിടെ മത്സരിക്കുമ്പോൾ രമേശ് പിഷാരടിയെ കൊണ്ടുവരുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഡിവൈഡ് ചെയ്യാൻ MP ഉണ്ടല്ലോ, ഒരു അഭിനവ നേതാവുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം കൂടെ ഇറങ്ങി അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാം, കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി ആ വോട്ടിനെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോയാൽ, ആ വോട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ അവിടെ വിജയിക്കുന്നത് ആരായിരിക്കും? ആ മണ്ഡലത്തിന്റെ പശ്ചാത്തലം അറിയാമെന്നുള്ളവർ ശ്രദ്ധിക്കണം. അവിടെ വിജയിക്കുന്നത് BJP ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നേട്ടം? ആ നേട്ടം എന്ന് പറയുന്നത് അവിടേക്ക് വീണ്ടും ഈ പറഞ്ഞ ആൾക്ക് രംഗപ്രവേശനം ചെയ്യണമെങ്കിൽ ആ സീറ്റ് BJP വിജയിച്ചാൽ മാത്രമേ കഴിയൂ. അത് വ്യക്തമായ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിവരം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചില്ല എങ്കിൽ പാലക്കാട് BJP വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.